പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഞാൻ എബ്രഹാം ചെറിയാൻ. ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രതിഭാശാലികളായ മലയാളികൾ എന്ന പരമ്പരയെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രഗത്ഭ വ്യക്തി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, റിട്ടയർഡ് DGP ആണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ എന്ന സ്ഥലത്ത് ആണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുമ്പമൺ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. ഹൈസ്കൂൾ വരെ അവിടെ പഠിച്ചു. അതിനുശേഷം തിരുവനന്തപുരം തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും ഡിഗ്രി എടുത്തു. തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം മാർ ഇവാനിയസ് കോളേജിൽ ഒരു ലെക്ചററായി തൻ്റെ ജീവിതം ആരംഭിച്ചു. അതിനുശേഷം കുറേ കാലം ഒരു ജേർണലിസ്റ്റായിട്ട് ജോലി നോക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യൻ പോലീസ് സർവീസിൽ ASP ആയി ചേർന്നു. തുടർന്ന് പല ഔദ്യോഗികമായ പദവികളും അലങ്കരിച്ച ശേഷം 2020 അദ്ദേഹം തൻ്റെ സർവീസിൽ നിന്നും DGP ആയി വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലയളവിൽ അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇരുന്ന ആ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം 4 വിഷയങ്ങളിൽ MA പാസ്സായിട്ടുണ്ട്. കൂടാതെ ഡോക്ടറേറ്റ് സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പല ജോലികൾക്കായി അപ്ലൈ ചെയ്ത് ഏതാണ്ട് 140ഓളം പരീക്ഷകൾ പാസ്സായി ജോലിക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം IPS തൻ്റെ ദൗത്യമായി തിരഞ്ഞെടുത്ത് അദ്ദേഹം വിരമിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോഴും താൻ ആക്റ്റീവാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പ്രസിദ്ധനാക്കുന്നത് മുഖ്യമായും അദ്ദേഹത്തിൻ്റെ അറിവാണ്. അദ്ദേഹം ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആണ് എന്ന് പറയാം. സൂര്യന് താഴെ എല്ലാത്തിനെക്കുറിച്ചും എല്ലാ സബ്ജക്റ്റിനെക്കുറിച്ചും അദ്ദേഹത്തിന് വിശദമായി പറയുവാനും കഴിവുണ്ട്. അദ്ദേഹം സത്യത്തിൽ എൻസൈക്ലോപീഡിയ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് പഠിച്ചിട്ടുള്ള ചുരുക്കം ചിലരിലൊരാളാണ്. അദ്ദേഹം വായിച്ച് മനസ്സിലാക്കിയുള്ള പുസ്തകങ്ങളുടെ എണ്ണം ഓർത്താൽ നമുക്ക് അത്ഭുതം തോന്നും. 10,000-കണക്കിന് ബുക്സുകൾ അദ്ദേഹം വായിച്ച് അദ്ദേഹം അറിവ് നേടിയിട്ടുണ്ട്. ഏത് സബ്ജക്റ്റിനെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറയും. ചരിത്രം, ഭൂമിശാസ്ത്രം, കേരള നവോത്ഥാന ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോകചരിത്രം, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളെപ്പറ്റി, വിവിധ രാജ്യങ്ങളെപ്പറ്റി, വിവിധ മതങ്ങളെപ്പറ്റി, വിവിധ വസ്തുതകളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം കുട്ടികളെ അല്ലെങ്കിൽ IAS മുതലായ ഉന്നത പഠനത്തിന് പരിശീലനം കൊടുക്കുന്ന അക്കാഡമി ഡയറക്ടറായി ജോലി നോക്കുകയാണ്. അദ്ദേഹം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ ഏതാണ്ട് 3000-ലധികം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസിദ്ധനാകുന്ന അദ്ദേഹത്തിൻ്റെ അറിവ് മാത്രമല്ല, അദ്ദേഹം സകല വിഷയത്തിലുള്ള അറിവ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം സകലവിധ മതങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ്. ഫോർ എക്സാമ്പിൾ, ഹിന്ദുമതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുമതത്തിലെ ഇതിഹാസങ്ങൾ,
പുരാണങ്ങൾ, അതിലെ ഓരോ ഭാഗങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കഥാപാത്രങ്ങളുടെ ജീവചരിത്രം, അതായത് ഹിന്ദു പുരാണങ്ങളിലെ പതിനായിരക്കണക്കിന് കഥാപാത്രങ്ങളിലെ വ്യക്തിത്വങ്ങളുടെ വ്യക്തമായ വിവരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാണാതെ മനഃപ്പാഠമായിട്ടറിയാം. ഇത്രയും ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദു മിഥോളജികളെക്കുറിച്ചും ഹിന്ദു ശാസ്ത്രങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവർ വളരെ വിരളമാണ്. അദ്ദേഹം ജോലി നോക്കിയിരുന്ന ഓരോ സ്ഥലങ്ങളിലും ആ സ്ഥലങ്ങളിലെ പ്രത്യേകത, ആ സ്ഥലങ്ങളിലുള്ള വിവിധ ക്ഷേത്രങ്ങളെക്കുറിച്ച്, ക്ഷേത്രം ആര് സ്ഥാപിച്ചു, എന്ന് സ്ഥാപിച്ചു, അതിൻ്റെ പ്രത്യേകതയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാധാരണ ഒരു ഹിന്ദു പണ്ഡിതൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവ് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. പല പല പണ്ഡിത സദസ്സുകളിൽ പങ്കെടുക്കുകയും പ്രസംഗ പരമ്പരകളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മുസ്ലിം മതത്തെക്കുറിച്ച് സാധാരണ ഒരു മുസ്ലിം പണ്ഡിതൻ അറിയുന്നതിൻ്റെ 4 ഇരട്ടി അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തെല്ലാമാണ് മുഹമ്മദ് നബിയുടെ സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, മുസ്ലിം മതത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അദ്ദേഹം വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം ലോകത്തിൽ എങ്ങനെ പ്രചരിച്ചു, എങ്ങനെയാണ് അത് പടർന്നു പിടിച്ചത്, മുഹമ്മദ് നബി ചെയ്ത സേവനങ്ങൾ എന്തെല്ലാം, എങ്ങനെ ഭരണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് മുഹമ്മദ് നബി നൽകിയിട്ടുള്ള ആ ഉപദേശങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായി പല പല പ്രസംഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്ന പല പദങ്ങളും അല്ലെങ്കിൽ പല സിസ്റ്റവും, ഭരണ സംവിധാനത്തിൻ്റെ സിസ്റ്റവും മുസ്ലിം പണ്ഡിതന്മാരുടെ സംഭാവനകളോ അതിനുപരി മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൊണ്ടുവന്നതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ മതത്തിലെ ഓരോ പോപ്പുമാരുടെയും ചരിത്രം, ഓരോ വിശുദ്ധന്മാരുടെ ചരിത്രം എണ്ണി 100 കണക്കിന് ചരിത്രങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാർക്കും സാധാരണഗതിയിൽ ഓർത്തിരിക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൈബിളിനെക്കുറിച്ച്, ബൈബിളിലെ ആധികാരിക ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ബുദ്ധമതത്തെക്കുറിച്ച്, ജൈനമതത്തെക്കുറിച്ച്, ലോകത്തിലുള്ള സകല മതത്തെക്കുറിച്ചും അദ്ദേഹം സുദീർഘമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പ്രയോജനമാകത്തക്ക വിധത്തിൽ അദ്ദേഹം പല പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കാനിരിക്കണം, പഠിക്കാൻ തുടങ്ങുന്നത് എങ്ങനെ, എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കണം, ഏതെല്ലാം വിധത്തിലായിരിക്കണം അതിന് പ്രിപ്പയർ ചെയ്യുന്ന, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഓരോ എസ്സേ എഴുതണം, കൂടുതൽ എങ്ങനെ മാർക്ക് വാങ്ങിക്കണം, ഏതെല്ലാം ആഹാരം കഴിക്കരുത്, ഏതെല്ലാം ആഹാരം കഴിക്കാം, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് വരെ അദ്ദേഹം സുദീർഘമായി പഠനം നടത്തി അദ്ദേഹം പല പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്, പ്രസംഗ പരമ്പരകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് പലരും വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കോളേജുകളും സ്കൂളുകളും തുറക്കുമ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രഭാഷണം മിക്കവാറും സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമുണ്ട്. അതുപോലെ വിവിധ മത സമ്മേളനങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. സൂര്യന് താഴെ അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാനൊക്കത്തില്ല. ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യൻ നേടാവുന്ന അറിവിൻ്റെ എത്രയോ 10 മടങ്ങ് അറിവാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നേടിയിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഔദ്യോഗിക കാലഘട്ടത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തു.
പ്രധാനവും അപ്രധാനവുമായ വകുപ്പുകളിൽ അദ്ദേഹം ജോലി ചെയ്തപ്പോൾ താൻ ഇരുന്ന സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങൾ നടത്താനൊക്കും, എന്തെല്ലാം പരിഷ്കാരങ്ങൾ ചെയ്യാനൊക്കും, അതെല്ലാം അദ്ദേഹം വിശദമായി പഠിച്ച് തയ്യാറാക്കി പ്രബന്ധങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജ് ഡയറക്ടറായിരുന്നപ്പോൾ, പോലീസ് അക്കാഡമിയിൽ ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹം പോലീസിൻ്റെ പഠന പദ്ധതിയെക്കുറിച്ച്, ട്രെയിനിങ്ങിനെക്കുറിച്ച് വിശദമായ രേഖകൾ ഉണ്ടാക്കുകയും അത് പ്രവൃത്തിയിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്, ഏത് അപ്രധാനമായ സ്ഥലത്തിരുന്നാലും എവിടെ ഇരുന്നാലും താൻ ഇരിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുക എന്നുള്ളതാണ്, ഭംഗിയായി ജോലി നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക കാര്യം. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിശിഷ്ടമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണ്. സാധാരണഗതിയിൽ ഉന്നത സ്ഥാനത്തെത്തുന്നവർ അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സംഭാഷണത്തിലും വളരെയധികം ഗാംഭീര്യവും അഹങ്കാരം കൊള്ളുന്ന സംഭാഷണ ശൈലികളും അവലംബിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. അധികാരം പ്രയോഗിക്കുന്നതിലുള്ള ആ ഒരു രീതി അദ്ദേഹത്തിനില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇത്രയും ഉന്നത സ്ഥാനത്തിൽ ജോലി ചെയ്തൊരു വ്യക്തിക്ക് ഇത്രയും ശ്രേഷ്ഠമായി പെരുമാറാനും സംസാരിക്കാനും കഴിയുമെന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. പലരും പല വലിയ ഗുണങ്ങളും പോലെ നല്ല കഴിവുകളും ഉണ്ടെങ്കിലും അവരുടെ സ്വഭാവത്തിലേക്ക്, അയാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ പല കുറ്റങ്ങളും കാണുവാൻ സാധിക്കും. പക്ഷേ അലക്സാണ്ടർ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹം സത്യം മാത്രമേ പറയത്തുള്ളായിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞാലും പലർക്കും അവർക്ക് സംശയം തോന്നാം, അദ്ദേഹത്തെ സംശയിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നതെല്ലാം തികച്ചും സത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീതിബോധവും സത്യവും വിട്ട് ഉന്നതമായ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ശ്രമവും നടത്തിയിട്ടില്ല. കേരളത്തിലല്ല, ഇന്ത്യൻ പോലീസ് സർവീസിലോ ഇന്ത്യൻ സിവിൽ സർവീസിലോ ഇത്രയും അറിവുള്ളൊരു വ്യക്തി, ജനറൽ നോളജ് ഉള്ള വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ, സധൈര്യം പറയാൻ ഞാൻ തയ്യാറാകുകയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 130 കോടിയോളം ജനങ്ങളുള്ളതിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി, ജനറൽ നോളജ് ഉള്ള വ്യക്തി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബാണ് എന്ന് സധൈര്യം പറയുന്നതിന് എനിക്ക് സാധിക്കും. മറിച്ച് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്രയും പ്രഗത്ഭനായ വ്യക്തിത്വം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് നന്ദി. ഇദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞതിനെക്കുറിച്ചും എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തുറന്നു പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.